അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ആതിരപ്പള്ളി വഴി മലക്കപ്പാറയ്ക്ക് പോണ യാത്രയിലാണ്. ശരിയാ, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്. ഇപ്പോൾ കറക്റ്റ് 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്ന് ഫസ്റ്റ് വണ്ടി ഞങ്ങളാണ്. പിന്നെ ലോഡും വണ്ടികളുണ്ട്, 2-3 ബൈക്കുകളുണ്ട്. ശരി, ചുറ്റോട് കാണിച്ചു കൊടുത്താൽ എങ്ങനെയുണ്ട്? അടിപൊളി. ക്ലൈമറ്റിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കടാ. വണ്ടിയിൽ ആരൊക്കെയുള്ള ഡ്രൈവർ ആരാണ്? ആരും കൊടുക്ക്. പിന്നെ സ്വൈബ് ഉണ്ട്. പിന്നെ ആരാണ്? ജിത്തുവോ? പിന്നിട്ടോ? എല്ലാവരും ആയി എടുത്താണ്. കാണില്ല, എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് മലക്കപ്പാറയ്ക്ക് പോണ ചെക്ക് പോസ്റ്റ് വരുന്നുട്ടാ. ഫസ്റ്റ് ഒരു ചെറിയ ഫസ്റ്റ് വന്ന് നമ്മൾ കടന്നു ചെയ്തിരുന്നത്. ശരി, അത് ചെക്ക് പോസ്റ്റ് അല്ലല്ലോ, അത് ആതിരപ്പള്ളി. അത് ആതിരപ്പള്ളി. ഈ ചെക്ക് പോസ്റ്റിൻ്റെ പേര് എന്താ? തമിഴ്നാടാ? ഇത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റാണ് വരുന്നത്. എന്താ പ്രകൃതി ഭംഗി! ശരിയോ, നല്ല സൗണ്ടും കാട്ടിലല്ലേ. എടാ, അവിടെ പോയിട്ട് നമ്പർ കൊടുത്തു വാ, എഴുതി വാ. ഇവിടെ വണ്ടികൾ ലൈനിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോയിട്ട് നമ്മളെ എത്ര ആൾ പോകുന്നുണ്ട്, വണ്ടി നമ്പർ, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഇതൊക്കെ കൊടുക്കണം. ഇതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളാൾ മുന്നിൽ പോയിട്ടുണ്ട്. ഇതാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ അതാണ് ചെക്ക് പോസ്റ്റിൻ്റെ എൻഡ് വരുന്നുട്ടാ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം ശരി, അവിടുത്തെ ക്ലൈമറ്റ് ഭംഗി ആസ്വദിച്ചു. ശരി, ഒന്നും കൂടി പറയും വൈഫ് ഹൗസ് നിന്ന്. ഇപ്പോൾ വൈഫിനെയും വൈഫ് ഹൗസിനൊക്കെ, വൈഫ് ഹൗസിൽ നിന്ന് വൈഫിൻ്റെ അമ്മയും വൈഫിൻ്റെ അച്ഛനൊക്കെ കൂട്ടിവരാനുള്ള പ്ലാനാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് പറ്റിയിട്ടല്ലേ? എന്താ ശരിക്കും 6 മണിക്ക് തന്നെ കിടക്കണല്ലേ? ശരിയോ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വണ്ടി തന്നെ പോകണം, എന്നാലേ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഞങ്ങളൊരു 2:30 മണിയായപ്പോൾ അവിടുന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് കറക്റ്റ് 6:05 കിടക്കുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ലൈനിലാണ് ഉള്ളത്, ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ. നമ്മൾ ചെക്കിങ് ലൈനിൽ നിൽക്കുന്നുണ്ട്. ശരി, എന്താ നമ്മളിത് കിട്ടിയില്ല? ചെറിയ ലോറിയാണ്. എനിക്ക് എന്താ ഓർമ്മയായിരുന്നു? ചാക്കോച്ചി, ആനക്കാട്ടിൽ ചാക്കോച്ചി. ആനക്കാട്ടിൽ തന്നെയല്ലേ അതാ? വണ്ടി ഓഫ് ചെയ്യണ്ടല്ലോ, മിനിറ്റിന് എഴുതി കൊടുക്കണല്ലോ. കഴിഞ്ഞത് തരാ ആ നിൽക്കുന്നൊക്കെ നമ്മളിപ്പോ ബൈക്ക് വരെ വന്നല്ലടാ. ശരിയോ, ട്രിപ്പ് ഗോവയാണ്. അടുത്ത ട്രിപ്പ് ഗോവയാണ്. ദിവസം ഉണ്ടാവില്ലല്ലോ, ദിവസം 30 തീയതി പോകും. ആ കിട്ടി. അപ്പൊ നമ്മളെ വണ്ടിയുണ്ട് ഫസ്റ്റ് കയറുന്നത്. ശരിയോ അല്ലേ? കയറി വാ. വിട്, ഹെഡ്ലൈറ്റ് കത്തിച്ചോ, നല്ല ക്ലാരിറ്റി ഉണ്ടോ. ലോഡ് വണ്ടി കഴിഞ്ഞാല് കാർ വിഭാഗത്തിൽ നമ്മൾ വണ്ടിയാണ് കയറുന്നത്. പിന്നീട് എനിക്ക് എന്താ പറയുള്ളത്, ഫോണൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട. പക്ഷേ അമ്പൊക്കെ നോക്കിയെടുത്തോ, ഒന്നും പേടിക്കണ്ട. ശരി, ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലേ? ഫോറസ്റ്റ് ആരുടെ കുറെ വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതെന്താ കോളനിയാ? ഇത് കഴിഞ്ഞ് എത്ര കിലോമീറ്റർ ഉണ്ട് കാട്? 60 കിലോമീറ്റർ അടുത്തുണ്ട്. 2 മണിക്കൂർ കാറുണ്ട്. നമ്മൾ കിട്ടി. എന്നിട്ട് നമ്മള് ബ്ലോഗാണ്. അങ്ങനെ അനാവശ്യമായ തെറികളൊന്നും ആരും ഇതാക്കിയിട്ടുണ്ട്. ഞങ്ങള് സ്റ്റാൻഡാണ്. അങ്ങനെ തെറി കുറച്ചുള്ള വൈകിട്ട് കുടിക്കാൻ വേണ്ടി. പിന്നെ ഈ പ്രകൃതി ഭംഗിനെ കുറിച്ച് 2 വാക്ക് പറയും. പ്രകൃതി അതിമോഹന് മനോഹരിയാണ്. അത് വിദ്യാഭ്യാസം ഇല്ലാത്ത തരത്തിലാണ്. ഇതാണ് ആള്. എന്റെ മോഹം കണ്ടാളിങ്ങനെ കല്യാണം നോക്കണ്ട്. ജിത്തുവാ, എന്താ പ്രശ്നം? എന്റെ ഇതൊക്കെ പോയാ, മൂക്കടെ പോയി ജലദോഷമൊക്കെ പോയാ? ശുദ്ധമായിട്ട് ഒക്കെ പോയിട്ടുണ്ട്. പിന്നിട്ടാ നമ്മളിപ്പോ കാട്ടി കയറി. സനുവോ, ഒരു അനുഭവം പറഞ്ഞ ഇവിടെ എത്രാമത്തെ തൊട്ടാ വരുന്നേ? എന്റെ ഒരു അനുഭവം പറഞ്ഞു കൊടുക്കുക. 1, 2, 3, 4 4 കേറിക്കോ. അവിടെ അടിച്ചുണ്ട്.
നോക്കിയെടുത്തോ ഇനി എഡിൽ ഇറങ്ങിയിട്ട് ഉള്ള സമയം കളയണ്ട. വാവ്, അപ്പൊ നമ്മള് കാട്ടിലേക്ക് കയറിയിരിക്കുന്നു, കാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നമ്മളെ മെയിൻ ഡ്രൈവർ ഇവിടെ ഉണ്ട്. ശരിയാ, ഒരു ആയി കൊടുത്താ ആയി ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കണോ, എന്റെ മോൻ കാണുന്നില്ല. ഇല്ല, ഇനി നമ്മള് കാട് കഴിഞ്ഞിട്ടേ റോഡ് വളരെ ചെറിയ റോഡാണ്. ശ്രദ്ധിക്കാൻ ചില ഏരിയ നമ്മള് മൃഗങ്ങളൊക്കെ ഇനി എപ്പോഴാ കാണുക? ആന. ശരിയോ, ഈ പാലം മറ്റേ സുരേഷ് ഗോപിന്റെ പ്രേതപ്പടല്ലേ ലേഖ സന്ദേശം, അതിൽ ഓളെ കയറുന്ന പാലമാണ്. അനാവശ്യം എന്നിട്ട് ഏതാ പടം ഏതാണ്? ലേഖ സന്ദേശം അനാവശ്യം പറയരുതാണ്. ഇവിടെ ആന ഉണ്ടാവും. പക്ഷെ മിനുട്ടാ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം എവിടെ കണ്ടു നിർത്ത്. അപ്പൊ അത് ആന കാണുന്ന ആന കണ്ട് ആന അവിടുന്ന് ഒരു പേപ്പർ തന്നില്ലേ? അതിന്റെ ഇത് എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാ വെച്ചാൽ നമ്മള് അവിടുന്ന് എൻ്റർ ചെയ്തതിന്റെ പേപ്പറാണ്. ഒന്ന് കാണിച്ചു കൊടുത്താ. ഈ പേപ്പറില്ല, ഇത് നമ്മള് ഇപ്പൊ എന്ത് ഉണ്ടെങ്കിലും തിരിച്ചു വരാൻ പാടില്ല. അടുത്ത ചെക്ക് പോസ്റ്റിൽ പോയിട്ട് പേപ്പർ സറണ്ടർ ചെയ്യണല്ലേ? 2 മണിക്കൂർ 2.5 മണിക്കൂർ പ്രശ്നമൊന്നുമില്ലല്ലേ? അതിന്റെ ഉള്ളിൽ അവിടെ എത്തിയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? മൂത്ര കഴിക്കുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ ഒരു രക്ഷയില്ലാത്ത എനിക്ക് ഫോറസ്റ്റ് കണ്ടപ്പോ ഒന്ന് മൂത്ര കഴിക്കാൻ തോന്നിയില്ലേ മിനുട്ടാ? എങ്ങനെയുണ്ട്? ഇതാണ് ഈ ഗ്രാമത്തിൽ ചർച്ച അല്ലേ? എന്താണ് ചർച്ച് ക്രിസ്ത്യൻ പള്ളി എന്ന് പറഞ്ഞ പോലെ മറവ് ചെയ്തിട്ടുണ്ടല്ലേ? ഇന്നലെ ചെയ്തിവിടെ. ഇതേതാ കോളനി മിനുട്ടാ? വാച്ച്മാൻ. ഇവിടെ നിർത്തിക്കാനാക്കിയിരിക്കട്ടെ. ശരി, പേടിക്കണ്ടേ? ശരിയോ, ഞാൻ മുന്നിൽ ഇരുന്നോളാം, നമ്മക്ക് അത് പേടിയൊന്നുമില്ല. എടാ തോസിബ, ഈ ലോറിയും കൂടി ആയിട്ട് കടന്നാണ്ടല്ലോ, പിന്നെ ഫുൾ ആന നമുക്ക് കിട്ടും. ഓട്ടേക്ക് ഒരു നിർത്തലില്ല. ഇപ്പൊ വിട്ടാ ആന കാണണം. ശരിയോ, എന്താണ് കേരള വനം വകുപ്പ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഫോറസ്റ്റിന്റെ ക്വാർട്ടേഴ്സ് ആണത്. ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ മിനുട്ടാ. ഏതാണ്ട് ഐഡിയൻ്റെ ആണ്, വോഡോഫോൺ റേഞ്ച് BSNL ആണല്ലേ? ഇവിടെ BSNL ആണ്. തോസിപ്പോ ഈ ലോറിയും കൂടി കടന്നു വിട്ടാണല്ലോ, പിന്നെ ഫുൾ ആന നമ്മക്ക. പിന്നെ നമ്മളെ മുമ്പിൽ ഒറ്റ വണ്ടിയില്ല. വിട്ടോ കാട്ടുകോഴി ഒന്നും വേണ്ട. ഇനി ഫുൾ ആന. ശരിയാ, ആനകളൊക്കെ ഇനി വരട്ടെ. ഇനിയാണ് ഇനി ഫുൾ വീഡിയോ കേട്ടോ. തോസി ആന കണ്ട ശരിക്കും ചവിട്ടി നിർത്തിട്ട് വീഡിയോ എടുക്കണം. ശരിയോ, ഈ വളവിൽ നോട്ടോ, ഈ വളവില് ശരിയോ, ഫസ്റ്റ് ചവിട്ട് അന്റെ നെഞ്ഞ തന്നെ ആവും. ഇവിടുന്ന് ആനങ്ങനെ വരുന്നു നടന്നിട്ട് ചെക്കന്മാരോടെ വണ്ടി രക്ഷയില്ല കേട്ടാ. ഒരു ചെറിയ മഴയും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല രസമായിരിക്കും. അപ്പുറം കിട്ടില്ല. ഇതാണ് ആനന്റെ മെയിൻ തീറ്റ സ്വസ്തി. ഈ സാധനമാണ്. അതാണ് ആന ഈ ഏരിയകളിൽ കൂടുതലുള്ളത് കേട്ടാ. മോന്റെ മോട്ടോ ശരി, എന്താണ് ആന ഇങ്ങനെ പേടിക്കണ? ശരിയോ, ഒന്നും പേടിക്കണ്ട, എനിക്ക് ഒന്നും പറ്റില്ല. ശരിയോ, എന്റെ നെഞ്ഞത്തോട്ട് ഞങ്ങളെ ചവിട്ടുള്ള ആന. അപ്പുറം പോയി നല്ല കോടിറങ്ങി കേട്ടാ. എന്തോ ശരിയോ, കോടിറങ്ങിയ വീഡിയോ. കോടനെ കുറിച്ചിട്ടൊന്ന് യൂട്യൂബിൽ രണ്ട് വാക്ക് പറയൂ. നല്ലൊരു കോടയാണ്.
മഴ ചാറുന്നുണ്ടോ ശരിയോ? ഈ കോടയിൽ ആന മുന്നിൽ എന്നാ കാണൂല പോലെ നമുക്ക്. ഇപ്പൊ ആന ആയിരുന്നു മുന്നിൽ, നല്ല രസമായി. ഇവിടെ ഫൈനുണ്ട്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഏത് ഇതിലെത്തിയടാ? തമിഴ്നാടാ കേരള? എന്താ രസമല്ലേ ശരിയോ? ഫാന്റാസ്റ്റിക് ആൻഡ് അമേസിങ്. അപ്പോൾ അതാ ഞങ്ങള് എന്താ പറയുക, ഒന്ന് ചെറിയ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയാണ്. നല്ല അടിപൊളി സ്ഥലം. മിന്നുട്ടാ എങ്ങനെയുണ്ട്? നമ്മളെ ചെക്കനോടാ ആനയെ പേടിയുള്ള ആളോടെ. അവിടെ യാത്രക്കാർ ഇവിടെ നിർത്തിയിട്ട് വെള്ളച്ചാട്ടം കാണാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും. ഇപ്പോൾ നമ്മളെ വണ്ടിയിലുള്ള മറ്റുള്ളവർ വരുന്നുണ്ട്. ആദ്യം ഒരു ഇറങ്ങൂലെന്നുള്ള മൈൻഡൊക്കെ ആയിരുന്നു. പിന്നെന്താ പറയുക, ഈ വാട്ടർഫോളിൻ്റെ മനോഹാരിത കണ്ടിട്ട് അവർ ഇറങ്ങി വരികയാണ്. അങ്ങനെ ആതിരപ്പള്ളിയും മലക്കപ്പാറ കാട്ടിനുള്ളിലുള്ള യാത്രയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ വാൽപ്പാറ കയറിയിട്ടുണ്ട്. വാൽപ്പാറ ഗ്രാമങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വാൽപ്പാറയിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.